അനുദിന കത്തോലിക്ക പ്രാർത്ഥനകൾക്കായി ഒരു മൊബൈൽ ആപ്പ് സാൻഡോ കാത്തലിക് ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ. സ്നേഹവും ബഹുമാനം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, കർത്താവിന്റെ ഈ ദിവസം നമ്മൾ ഇന്ന് പരിശുദ്ധ കന്യാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ തിരുനാൾ ദിവസമായിട്ട് നമ്മളിന്ന് ആചരിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലാണ്, വിമലകരമായ ഹൃദയം ഉള്ളതുകൊണ്ടാണ് ഈശോ ആ ഹൃദയത്തിലേക്ക്, ആ ജീവിതത്തിലേക്ക് വന്ന് ജനിക്കാനും പിറവി കൊള്ളുവാനും ഈശോയെ ലോകത്തിനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കുവാനുമായിട്ടൊക്കെ സാധിച്ചത്. കർത്താവിൻ്റെ അമ്മയുടെ വിമല ഹൃദയത്തിന് തുല്യമായിട്ടുള്ള ഒരു വിശുദ്ധി നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യണമേ എന്ന് അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കാം. അമ്മ നമ്മൾക്ക് വേണ്ടി വലിയ സംരക്ഷണമേകുന്ന അമ്മയാണ്. അമ്മയെ വിളിച്ചപേക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കരണീയമായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്നും അമ്മയുടെ മാധ്യസ്ഥം നമുക്കിന്ന് പ്രാർത്ഥിക്കാം. അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന ഏറ്റവും വലിയ അമ്മയാണ്. അതുപോലെ തന്നെ അമ്മയുടെ ഹൃദയത്തിന് തുല്യമായ സ്നേഹവും, അതുപോലെ തന്നെ വിശ്വസ്തതയും വിശുദ്ധിയും, അതുപോലെ തന്നെ കരുണയും കരുതലും അനുകമ്പയും ഞങ്ങൾക്ക് ഏവർക്കും പ്രദാനം ചെയ്യണമെന്ന് അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഈശോയുടെ ബലി അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പ്രത്യേകമായിട്ട് നമ്മൾ സമർപ്പിക്കുന്ന നിയോഗങ്ങൾ: മിനി, മാത്യു, തോമസ്, സന്തോഷ്, ജെയിംസ്, കോന്നോത്ത്, ഷീല, ഐസക്, മോളി, സണ്ണി, അലക്സാണ്ടർ, സൗമ്യ, ആൻ്റണി, മഞ്ജു, സേവ്യ, ജെസ്സി, ഫിലിപ്പ്, മറിയാമ്മ, അമ്പിളി എന്നീ സഹോദരങ്ങളെ നമുക്ക് ഓർക്കാം. അവരുടെ ശക്തമായിട്ടുള്ള ആവശ്യങ്ങളെല്ലാം ഈശോ പരിശുദ്ധ വഴി സ്വീകരിക്കപ്പെടാനായിട്ട് നമുക്ക് യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ടോണി, ബീന എന്നീ ദമ്പതികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ വലിയ പിഴ. ആകയാൽ തന്നെ ഒരു സ്തോത്രത്തോടും എല്ലാ മലാഹമാരുടെ വിസ്തരോടും സഹോദരരെ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മളെ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കുന്ന ദൈവമേ, പരിശുദ്ധാത്മാവിന് യോഗ്യമായ സ്ഥലം പരിശുദ്ധ കന്യാമറിയത്തിന്റെ ഹൃദയത്തിൽ അങ്ങ് ഒരുക്കിയല്ലോ.
അതേ കനികാ മാതാവിൻ്റെ മധ്യസ്ഥതാൽ അങ്ങേ മഹത്വത്തിൻ്റെ യോഗ്യമായ ആലയങ്ങളായി തീരാൻ ഞങ്ങളെ കാരുണ്യപൂർവ്വം അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. ഒന്നാം വായന. വചനം പ്രസംഗിക്കുക. ഞാൻ ബലിയായി അർപ്പിക്കപ്പെടേണ്ട സമയം ആസന്നമായിരിക്കുന്നു. വാത്സല്യമുള്ളവനെ, ദൈവത്തിന്റെ മുൻപാകെയും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാനിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ മുൻപാകെയും അവന്റെ ആഗമനത്തിന്റെയും രാജ്യത്തിന്റെയും പേരിൽ ഞാൻ നിന്നെ ഇപ്രകാരം ചുമതലപ്പെടുത്തുന്നു. വചനം പ്രസംഗിക്കുക. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരൂകതയോടെ വർത്തിക്കുക. മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കുകയും അവരെ ശാസിക്കുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുക. ക്ഷമ കൈവിടാതിരിക്കുകയും പ്രബോധനത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുക. ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. കേൾവിക്ക് ഇമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചുകൂട്ടും. അവർ സത്യത്തിനു നേരെ ചെവിയടച്ച് കെട്ടുകഥകളിലേക്ക് ശ്രദ്ധ തിരിക്കും. നീ ആകട്ടെ എല്ലാ കാര്യങ്ങളിലും സമചിത്തത പാലിക്കുക. കഷ്ടതകൾ സഹിക്കുകയും സുവിശേഷകന്റെ ജോലി ചെയ്യുകയും നിന്റെ ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്യുക. ഞാൻ ബലിയായി അർപ്പിക്കപ്പെടേണ്ട സമയം ആസന്നമായിരിക്കുന്നു. എൻ്റെ വേർപാടിൻ്റെ സമയം സമാഗതമായി. ഞാൻ നന്നായി പൊരുതി എൻ്റെ ഓട്ടം ഞാൻ പൂർത്തിയാക്കി വിശ്വാസം കാത്തു. എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു. നീതിപൂർവം വിധിക്കുന്ന കർത്താവ് ആ ദിവസം അത് എനിക്ക് സമ്മാനിക്കും. എനിക്ക് മാത്രമല്ല, അവന്റെ ആഗമനത്തെ സ്നേഹപൂർവം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും. കർത്താവിന്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവെ, എൻ്റെ അധരങ്ങൾ അങ്ങേ രക്ഷാകരമായ പ്രവർത്തികൾ പ്രഘോഷിക്കും. കർത്താവെ, കർത്താവേ, എൻ്റെ അധരങ്ങൾ അങ്ങേ രക്ഷാകരമായ പ്രവർത്തികൾ പ്രഘോഷിക്കും. അങ്ങേ രക്ഷാകരമായ പ്രവർത്തികൾ പ്രഘോഷിക്കും. എൻ്റെ അധരങ്ങൾ സദാ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങേ മഹത്വം പ്രഘോഷിക്കുന്നു. വാർദ്ധക്യത്തിൽ എന്നെ തള്ളിക്കളയരുതേ. ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കരുതേ. കർത്താവേ, കർത്താവേ, എൻ്റെ അധരങ്ങൾ അങ്ങേ രക്ഷാകരമായ പ്രവർത്തികൾ പ്രഘോഷിക്കും. അങ്ങേ രക്ഷാകരമായ പ്രവർത്തികൾ പ്രഘോഷിക്കും. ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും. അങ്ങയെ മേൽക്കുമേൽ പുകഴ്ത്തുകയും ചെയ്യും. എൻ്റെ അധരങ്ങൾ അങ്ങേ നീതിപൂർവവും രക്ഷാകരവുമായ പ്രവർത്തികൾ പ്രഘോഷിക്കും. അവ എൻ്റെ അറിവിന് അപ്രാപ്യമാണ്. കർത്താവേ, കർത്താവേ, എൻ്റെ അധരങ്ങൾ അങ്ങേ രക്ഷാകരമായ പ്രവർത്തികൾ പ്രഘോഷിക്കും. അങ്ങേ രക്ഷാകരമായ പ്രവർത്തികൾ പ്രഘോഷിക്കും. ദൈവമായ കർത്താവിന്റെ ശക്തമായ പ്രവർത്തികളുടെ സാക്ഷ്യമായി ഞാൻ വരും. ഞാൻ അങ്ങേ മാത്രം നീതിയെ പ്രകീർത്തിക്കും. ദൈവമേ, ചെറുപ്പം മുതൽ എന്നെ അങ്ങ് പരിശീലിപ്പിച്ചു. ഞാനിപ്പോഴും അങ്ങേ അത്ഭുത പ്രവർത്തികൾ പ്രഘോഷിക്കുന്നു. കർത്താവേ, കർത്താവേ, എൻ്റെ അധരങ്ങൾ അങ്ങേ രക്ഷാകരമായ പ്രവർത്തികൾ പ്രഘോഷിക്കും. അങ്ങേ രക്ഷാകരമായ പ്രവർത്തികൾ പ്രഘോഷിക്കും. എൻ്റെ ദൈവമേ, അങ്ങേ വിശ്വസ്തത നിമിത്തം ഞാൻ അങ്ങേ വീണ വായിച്ച് പുകഴ്ത്തും. ഇസ്രായേലിന്റെ പരിശുദ്ധനായവനെ കിന്നരം മീട്ടി ഞാൻ അങ്ങയെ സ്തുതിക്കും. കർത്താവേ, കർത്താവേ, എൻ്റെ അധരങ്ങൾ അങ്ങേ രക്ഷാകരമായ പ്രവർത്തികൾ പ്രഘോഷിക്കും. അങ്ങേ രക്ഷാകരമായ പ്രവർത്തികൾ പ്രഘോഷിക്കും. അല്ലലൂയ, അല്ലലൂയ. ദൈവവചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച പരിശുദ്ധ കന്യകാ മറിയമേ, അങ്ങ് അനുഗ്രഹീതയാണ്. അല്ലലൂയ. സർവശക്തനായ ദൈവമേ, അവിടുത്തെ വിശുദ്ധ സുവിശേഷദായകം പ്രഘോഷിക്കുന്നതിന്റെ ഹൃദയത്തെ മധുരങ്ങളെയും സംശുദ്ധമാക്കി അല്ലണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, ആത്മാവോടും ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. യേശുവിന്റെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും പെസഹാ തിരുനാൾ ജെറുസലേമിൽ പോയിരുന്നു. അവന് 12 വയസ്സായ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി. തിരുനാൾ കഴിഞ്ഞ് അവർ മടങ്ങിപ്പോന്നു. എന്നാൽ ബാലനായ യേശു ജെറുസലേമിൽ തങ്ങി. മാതാപിതാക്കന്മാർ അത് അറിഞ്ഞില്ല. അവൻ യാത്രാസംഘത്തിന്റെ കൂടെ കാണുമെന്ന് വിചാരിച്ച് അവർ ദിവസത്തെ വഴി പിന്നിട്ടു. ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ അന്വേഷിച്ചിട്ട് കാണായികയാൽ യേശുവിനെ തിരക്കി അവർ ജെറൂസലേമിലേക്ക് തിരിച്ചുപോയി. 3 ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി. അവൻ ഉപാധ്യായന്മാരുടെ ഇടയിലിരുന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയായിരുന്നു. കേട്ടവരെല്ലാം അവൻ്റെ ബുദ്ധിശക്തിയിലും മറുപടികളിലും അത്ഭുതപ്പെട്ടു. അവനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു. അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്? നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോട് നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങൾ വ്യവൃതരായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അവൻ തങ്ങളോട് പറഞ്ഞത് എന്തെന്ന് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട വസ്ത്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവൻ്റെ അമ്മ ഈ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു.
ക്രിസ്തുവിന്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഈ സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങളുടെ കറ നീക്കം ചെയ്യുമാറാകട്ടെ. കൈനീട്ടി നിൽക്കുന്ന യേശുനാഥ, എന്നെ വിളിക്കുന്ന യേശുനാഥ, സാദരമെന്നെ സമർപ്പിക്കുന്നു, തിരുമുൻപിലെന്നെ സമർപ്പിക്കുന്നു. ആനന്ദവും ആത്മദുഃഖങ്ങളും കാഴ്ചവയ്ക്കുന്നു ഞാൻ ബലിയിൽ. സഹോദരങ്ങളെ, നിങ്ങളുടെയും വിലയെ സർവ്വശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവ് തന്റെ നാമത്തിന്റെ സ്ഥിതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ നന്മയ്ക്കും അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവ് പരിശുദ്ധ ദൈവമാതാവായ മറിയത്തിന് സ്വർണ്ണാഘോഷിച്ചോട് അർപ്പിക്കുന്ന അങ്ങ് വിശ്വാസികളും പ്രാർത്ഥനകളും കാഴ്ചരവികളും നിർക്കാൻ പാർക്കണമേ. അങ്ങനെ അങ്ങേ പ്രതികരമായി ഭവിക്കുകയും ഞങ്ങളുടെ പാപമോചനവും സഹായവും ചുരുക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിടണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവ്വസ്വനത്തിനുമായ ദൈവം എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് അർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരമാണല്ലോ. കൃതജ്ഞതയായ പരിശുദ്ധത്തിന്റെ തിരുനാളിൽ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രതിഫലത്തിൽ അങ്ങേ ജാതനായ ഏകപുത്രനെ ഞങ്ങൾ ഗർഭം ധരിക്കുകയും കന്യാത്വത്തിന്റെ മഹത്വത്തിൽ നിലനിന്നുകൊണ്ട് ഞങ്ങളുടെ കർത്താവ് യേശുക്രിസ്തുവാകുന്ന നിത്യപ്രകാശ ലോകത്ത് നൽകുകയും ചെയ്തു. അവിടുന്ന് വഴി വിദൂതന്മാർ അങ്ങേ വാഴ്ത്തുന്ന ദേശം ആരാധിക്കുന്ന അധികാരം ഭക്തിപൂർവ്വം നിലകൊള്ളുന്നു. സ്വർഗാദി സ്വർഗങ്ങളെ സാധ്യന്മാരും തന്നെ ഭക്തിലകന്മാരും ആഹ്ലാദപരതരം നേർന്ന് ആഘോഷിക്കുന്നു. അവരോടൊപ്പം ഞങ്ങളെ സ്വരവും ചേരുവാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സകലകർത്താവായ ദൈവം സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാലും ഞങ്ങളുടെ പോലെ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ നൊറ്റിക്കൊടുക്കപ്പെട്ട സാലപീഠകൾ സഹിച്ച വിളപ്പമെടുത്ത് ഹൃദയത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു ഒരാൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവാൻ നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. പ്രകാരമത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് വീണ്ടും അങ്ങേ കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു ഒരളിച്ചത് എല്ലാവരും വാങ്ങിയതിൽ നിന്ന് കുടിക്കുന്നതിനാൽ നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി പാവമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിന് നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങളെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വലതുവരങ്ങ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങ് ഉറപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഒരു ദിവസം ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കുന്ന ദൈവം നൽകിയ അനുഗ്രഹങ്ങളെല്ലാം ഓർക്കാം. സമാധാനങ്ങൾ, സന്തോഷങ്ങൾ, ഐശ്വര്യങ്ങൾ, വീടും അതുപോലെ തന്നെ വസ്ത്രവും ഭക്ഷണവും എല്ലാത്തിനെയും ഓർത്തുകൊണ്ട് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. അതോടൊപ്പം തന്നെ നമ്മളെ ദൈവം ജനിപ്പിച്ചത് പ്രത്യേകമായിട്ട് ഒരു കുറവില്ലാതെയാണ് നമ്മളെ ജനിപ്പിച്ചത്. നമുക്കറിയാം എത്രയോ മക്കളാണ് ഓട്ടിസവും അതുപോലെ തന്നെ കുറവ് ശാരീരികവും അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള കുറവുകളോടുകൂടെ ജനിച്ചിരിക്കുന്നത്. അവരെക്കാൾ അധികമായിട്ട് ദൈവം നമ്മളെ കാക്കുന്നു, സംരക്ഷിക്കുന്നു, നമ്മളെ ദൈവം പരിപാലിക്കുന്നു. അതിനെല്ലാത്തിനും നന്ദി പറയുക. ഇന്ന് പരിശുദ്ധ ബലിയിൽ നമ്മളിന്ന് പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾ: മിനി, മാത്യു, തോമസ്, സന്തോഷ്, ജെയിംസ്, കോന്നാത്ത്, ഷീല, ഐസക്, മോളി, സണ്ണി, അലക്സാണ്ടർ, സൗമ്യ, ആന്റണി, മഞ്ജു, സേവ്യ, ജെസി, ഫിലിപ്പ്, മറിയാമ്മ, അമ്പിളി എന്നീ സഹോദരങ്ങളെയും അതുപോലെ വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ടോണി, ബീന എന്നീ ദമ്പതികളെയും നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. അതുപോലെ യൂട്യൂബിലൂടെ കുർബാന നൽകി അനുഗ്രഹിക്കുന്ന ജോഫിനെയും എബിനെയും ഇംഗ്ലണ്ടിനെയും ക്രിസ്റ്റിയെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുത്തു പ്രാർത്ഥിക്കാം. ആകയാൽ കർത്താവേ, മരണവും ഉയർപ്പും ഓർത്തുകൂടെ അങ്ങേ തിരുമ്പ് നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർന്നെന്ന് പറഞ്ഞുകൊണ്ട് ജീവന്റെ പരീക്ഷയുടെ പാനപാത്രം ഞങ്ങൾ അങ്ങേ അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ചരിത്രത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിലും നയിച്ചെടുക്കണമേ. താഴ്മയോടെ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകവും ഭവിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോട് ഞങ്ങളുടെ മെത്രാന്മാരോടും വ്യതികടത്തോടും സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിലെത്തിക്കണമേ.
ഉയർവിന് പ്രത്യാശയോടെ കൊള്ളുന്ന സഹോദരങ്ങളെയും അങ്ങേ കാരണത്തിൽ മരണമടഞ്ഞ സകലരെയും ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്നുള്ള പ്രാർത്ഥിക്കുന്ന ദൈവമാതാവ് സരിയാമറയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട സരിതാവിനോട് അനുഗ്രഹരായ പൂസലന്മാരുടെ കലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സ്ഥലവിസ്തരോട് മൊത്തത്തിൽ ജീവൽ പങ്കുചേരാൻ ഞങ്ങൾ അർഹരാക്കിയ പുത്രനായ യേശു ക്രിസ്തുവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവപിതാവായ അങ്ങേ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്ന് വന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ബോധരായും ദൈവോപദേശരവൽകൃതരായും നിർഭയം നമുക്ക് ഏരിച്ചെല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ തിന്മകളും മോചിപ്പിടുത്തരങ്ങളിൽ സമാധാനം കനിവാർ നൽകണം. അനുഗ്രഹപൂർണ്ണമായ വൃത്തിയാശയും ഞങ്ങൾ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനം ഉദ്ദേശിക്കുന്ന അംഗീകരണയുടെ സഹായത്തെ പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും സഹോദരൻ, ഞാൻ നിങ്ങൾക്ക് നൽകുന്നതിന്റെ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് തരുന്ന പൂസ്തലം വിളിച്ചത് കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെ സഭയുടെ വിശ്വാസങ്ങൾ വാർത്ത് അങ്ങേ തിരുവള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനം ഐക്യം നൽകാൻ അങ്ങനെ ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടല്ലേണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ക്രിസ്തുവിന്റെ സമാധാനം. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരം സ്വീകരിക്കുന്ന നമുക്ക് ജീവൻ പ്രദാനം ചെയ്യുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തു ശരീരത്തിൽ സ്വീകരിക്കുകയും ശിക്ഷയും കാരണമാകാതെ അങ്ങേ കാരണത്തിൽ മനസ്സിന് സംരക്ഷണവും സ്വീകാര്യമായ ഔഷധമായി തീരുമാറാകട്ടെ. ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപങ്ങൾ നീതി കുഞ്ഞാട് വരുന്നതിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങനെ ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിനെ ശരീരവും നിരത്വനും ജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ ഈശോയെ, അങ്ങീ വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. മറിയം ഈ വാക്കുകളെല്ലാം തന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന് നിത്യമായ പരിത്രാണത്തിൽ പങ്കാളികളായി തീർന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ പുത്രന്റെ മാതാവിന്റെ സ്മരണ ആഘോഷിക്കുന്ന ഞങ്ങൾ അങ്ങേ കൃപയുടെ പൂർണ്ണതയിൽ അഭിമാനം കൊള്ളുകയും രക്ഷയുടെ നിരന്തര വർധന അനുഭവിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുകയും ദിവ്യപൂജ സമാപിച്ചു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് ദിവ്യകാരുണ്യനാഥേ പരിശുദ്ധ മറിയമേ, ശൗസേ പിതാവേ, സോസ്യാനോസേ, സുത്രേസ്യായേ, സകല വിശുദ്ധരെ, സകല മലാഖമാരെ അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മാമരിയേ,
നിറഞ്ഞ മാമരിയേ നിർമ്മലയായ കന്യകേ മംഗളദായിനി സ്വർഗരാജ്ഞി കൈകൂപ്പി വണങ്ങിടുന്നു നിന്നാമം വാഴ്ത്തിയിടുന്നു നന്മ നിറഞ്ഞ മാമരിയേ നിർമ്മലയായ കന്യകേ മംഗളദായിനി സ്വർഗരാജ്ഞി കൈകൂപ്പി വണങ്ങിടുന്നു നിന്നാമം വാഴ്ത്തിയിടുന്നു ആവേ 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 മരിയ ആവേ 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 മരിയ